ഇന്നത്തെ നമ്മുടെ യാത്ര ഗുരുവായൂരിലേക്കാണ് കേട്ടോ. അപ്പം ഗുരുവായൂരിൽ നമ്മൾ ബുക്ക് ചെയ്ത ഹോട്ടലാണ് ഞാൻ കാണിക്കുന്നത്. സോ ഹോട്ടൽ രാജവത്സത്തിലായിരുന്നു ഞങ്ങൾ റൂം എടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് നമ്മുടെ ഗുരുവായൂരിന് അത്രയും അടുത്ത് കിടക്കുന്ന ഒരു ഹോട്ടൽ റൂമാണ് കേട്ടോ. അതായത് നമുക്ക് ഒറ്റയ്ക്ക് നടന്നിട്ട് വേണമെങ്കിൽ അമ്പലത്തിൽ പോകാം, കാരണം അത്രയും അടുത്താണ്. അതുപോലെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു സ്റ്റേ ആണ്. നമുക്ക് അത്യാവശ്യത്തിലധികം പാർക്കിംഗ് സ്പേസ് ഒക്കെ ഉണ്ട്. പിന്നെ ഇതാണ് ഇവരുടെ റൂം വരുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആൻഡ് നീറ്റ് ആയിട്ടുള്ള ഒരു റൂമായിരുന്നു. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു കബോർഡ് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ റൂമിൻ്റെ ഫുൾ വ്യൂ വരുന്നത്. നമുക്ക് സൈഡിൽ ഇങ്ങനെ ഒരു ടേബിളൊക്കെ ഉണ്ട്. അവിടെ വാട്ടർ ബോട്ടിലൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് TV ഉണ്ട്. പിന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനൊരു ചെറിയൊരു എക്സ്ട്രാ റൂം കൂടെ അതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. സോ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാനൊക്കെ നമുക്ക് ഇവിടുന്ന് ചേഞ്ച് ചെയ്യാവുന്നതാണ്. പിന്നെ ഇങ്ങനെ ഒരു 2 ഡോർ വാർഡ്രോബൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ സൈഡിലായിട്ട് ഡ്രസ്സിങ് ടേബിളും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാണ് ബാത്റൂം വരുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആൻഡ് നീറ്റ് ആയിരുന്നു. പിന്നെ റൂമിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ 2 ചെയറും കൂടെ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ഒരു 3 മണിക്കായിരുന്നു ചെക്ക് ഇൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ചെക്ക് ഇന്നൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു 4 മണി 4:30 ഒക്കെ ആയപ്പോഴും ഞങ്ങൾ അമ്പലത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒരു അമ്പലം ഷോപ്പിങ്ങിനാണ് കേട്ടോ പോയത്, അല്ലാതെ ഉള്ളിൽ കയറാനായിരുന്നില്ല. ആ സമയത്തും ഇങ്ങനെ സ്റ്റേജിൽ പ്രോഗ്രാമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ സൈഡിലൂടെ ഇങ്ങനെ ആനേനൊക്കെ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കടകളിലേക്ക് കയറാനായിരുന്നു ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് തന്നെ എന്നെ കണ്ണുടക്കിയത് ഈ ഒരു ബ്രേസ്ലെറ്റിലായിരുന്നു. ഇത് പുതിയൊരു ലോഞ്ചാണെന്ന് തോന്നുന്നു, കാരണം നല്ല കുറേ ഡിഫറെൻറ്റ് കളേഴ്സിലൊക്കെ ഉണ്ടായിരുന്നു. അതിലെനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഒരു ബ്ലാക്ക് ആൻഡ് ഗോൾഡൻ ഷെയ്ഡായിരുന്നു. അങ്ങനെ ഞാനതിൽ ഒന്നെടുത്ത് ഇട്ട് നോക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാൻ നല്ല ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞാനിത് ആക്ച്വലി എൻ്റെ സിസ്റ്ററിന് വേണ്ടി നോക്കിയതായിരുന്നു. പക്ഷെ അവൾക്ക് ഇത് അത്ര ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എടുത്തില്ല കേട്ടോ. പിന്നെ ഞാൻ ഈ ഒരു ലോട്ടസിൻ്റെ മാല ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇതെനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഭംഗി തോന്നിയില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇതും എടുത്തിട്ടുണ്ടായില്ല. അവിടെ ഇങ്ങനെ കൃഷ്ണന്റെയും ഗണപതിൻ്റെയും ഒക്കെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ ഈ ഒരു മുട്ടയടിച്ച ബുദ്ധനെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ആക്ച്വലി സോളാർ പവേർഡ് ആണ്. വെയിലടിക്കുന്ന സമയത്താണ് ഇതിങ്ങനെ മുട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ നമ്മുടെ മെയിൻ ആയിട്ടുള്ള അലുവ വാങ്ങാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ ഞാൻ വാങ്ങിയത് മാങ്ങയുടെ അലുവയായിരുന്നു. കാരണം ഇത് നമ്മൾ സാധാരണ എവിടെയും കാണാത്തൊരു സംഭവമാണല്ലേ. എനിക്ക് തോന്നുന്നു അത് ഈ ഒരു സീസണിൽ മാത്രമുള്ള ഒരു ഐറ്റം ആണെന്ന്. സോ അത് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ കുറേ ഫ്രൈംസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ ജസ്റ്റ് നോക്കിയെന്നല്ലാതെ ഇതൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് നുറുക്ക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് അലറ ചില്ലറ സാധനങ്ങളെ കൂടെ വാങ്ങി ഞങ്ങൾ നേരെ റൂമിലേക്ക് വിട്ടിട്ടുണ്ടായിരുന്നു. കാരണം റൂമിൽ എത്തിയിട്ട് വേണം നമുക്ക് റെഡിയായി അമ്പലത്തിൽ വരാനായിട്ട്. സോ ആ വീഡിയോ ഞാൻ നെക്സ്റ്റ് പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യാം. സോ ഈ വീഡിയോ ഇത്ര വരെയുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരേക്കും ബൈ.